ഇന്നത്തെ ക്ലാസ്സിൽ ടാലി പ്രൈമിൽ എങ്ങനെയാണ് പർച്ചേസ് ഓർഡറും പർച്ചേസും എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. സാധനങ്ങൾ സപ്ലയറുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഓർഡർ കൊടുക്കുന്നതും അതിനുശേഷം പർച്ചേസ് ചെയ്യുന്നതും എങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ടാലി പ്രൈം ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് മുകളിലുള്ള കമ്പനി ടാബിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള Alt+K പ്രസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് കൊടുക്കുന്നു. ഇനി നമ്മുടെ കമ്പനി ഡാറ്റ, കമ്പനിയുടെ പേരും കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ KL ലിമിറ്റഡ് എന്നാണ് ഞാൻ കമ്പനി നെയിം കൊടുക്കുന്നത്. നിങ്ങളുടെ കമ്പനി ഏത് പേരിലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പേരിലാണ് കമ്പനി ഡാറ്റയുടെ എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുക്കേണ്ടത്. ദെൻ കമ്പനിയുടെ മെയിലിംഗ് നെയിം, അഡ്രസ്സ്, സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. കമ്പനി ഡാറ്റ അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകിൽ Ctrl+A എന്നുള്ള ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് സേവ് ചെയ്യാം, അതല്ലെങ്കിൽ എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ ആവശ്യമുള്ള ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള സ്ക്രീനും കൂടെ ഒരുമിച്ച് വരും. അതിനുശേഷം നമുക്കതും Ctrl+A അടിച്ച് സേവ് ചെയ്യാം. ഇനി നേരെ പോകുന്നത് വൗച്ചറിലേക്കാണ്. ഇതിനകത്ത് നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇതെല്ലാം നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിലുള്ള ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പോകാമെങ്കിലും ഷോർട്ട് കട്ടായിട്ട് എങ്ങനെ വൗച്ചറിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നതും കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ റൈറ്റ് സൈഡിലുള്ള F10 എന്നുള്ള ഫംഗ്ഷൻ കീ, അതായത് അതർ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ പോയതിന് ശേഷം അപ്പ് ആരോ യൂസ് ചെയ്ത് ഷോ ഇൻആക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ആക്റ്റീവ് അല്ലാത്ത ചില വൗച്ചേഴ്സ് കാണിക്കും. അതിലാണ് പർച്ചേസ് ഓർഡറും സെയിൽസ് ഓർഡറും കാണാൻ പറ്റുക. അപ്പോൾ പർച്ചേസ് ഓർഡർ നേർക്ക് അതിൻ്റെ ഫംഗ്ഷൻ കീ കാണാൻ പറ്റും Ctrl+F9. ഇത് ഇൻആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൗച്ചറിൽ നിന്ന് Ctrl+F9 പ്രസ് ചെയ്താൽ ഇത് വരുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇൻആക്റ്റീവ് ആയിട്ടുള്ള വൗച്ചർ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഈ അതർ വൗച്ചേഴ്സ് എന്ന ഓപ്ഷനിലേക്ക് വന്നത്. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് എൻ്റർ അടിച്ചു കൊടുക്കുക. നമ്മളോട് ചോദിക്കുകയാണ് ഈ വൗച്ചർ ആക്റ്റീവ് ചെയ്യണോ എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എസ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പർച്ചേസ് ഓർഡർ വൗച്ചർ ഇവിടെ ആക്റ്റീവായി വന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താ? പാർട്ടി അക്കൗണ്ട് നെയിം. ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ നിന്ന് Alt+C അടിച്ചതിന് ശേഷം നേരെ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പാർട്ടി നെയിം റാം ആണെന്ന് വിചാരിക്കാം. അണ്ടർ സൺട്രി ക്രെഡിറ്റർ Ctrl+A അടിച്ച് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓർഡർ ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷനാണ് വരുന്നത്, അതും ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സപ്ലയർ ഡീറ്റെയിൽസ് വരുന്നുണ്ട്, അതും നമ്മൾ സേവ് ചെയ്യാണ്. ദെൻ ഓർഡർ നമ്പർ, നമ്മുടെ ഓർഡർ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് 101 ആണ് കേട്ടോ. ദെൻ പർച്ചേസ് ലെഡ്ജർ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ Alt+C അടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ മുകളിൽ വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. പർച്ചേസ് അണ്ടർ നമ്മൾ കൊടുക്കുന്നത് പർച്ചേസ് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ്. ഇതും ഇതേപോലെ Ctrl+A അടിച്ച് സേവ് ചെയ്യുന്നുണ്ട്. ഇനി നെയിം ഓഫ് ഐറ്റം, ഏത് ഐറ്റമാണ് റാം എന്നുള്ള പാർട്ടിക്ക് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതും Alt+C അടിച്ചിട്ടാണ് നേരെ സ്റ്റോക്ക് ഐറ്റത്തിലേക്ക് പോകുന്നത്. കീബോർഡ് എന്ന ഐറ്റമാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെയിമിൻ്റെ അവിടെ കീബോർഡ് കൊടുക്കുന്നു. ദെൻ യൂണിറ്റ്, ഈ കീബോർഡ് എന്ന് പറയുന്ന ഐറ്റം ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി Alt+C അടിച്ചിട്ട് സിമ്പിളിൽ NOS എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമൽ നെയിം ആയിട്ടുള്ള നമ്പർ എന്നതാണ് അർത്ഥം. ഇനി ഇതും Ctrl+A അടിച്ച് സേവ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി, എത്ര എണ്ണമാണ് കീബോർഡ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്? 10 എണ്ണമാണെന്ന് വിചാരിക്കുക. ഒരെണ്ണത്തിൻ്റെ റേറ്റ് 1000 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 എണ്ണത്തിന് ഒരെണ്ണത്തിന് 1000 രൂപ വെച്ച് 10000 രൂപ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ആവും. ദെൻ നമുക്കിത് സേവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കീബോർഡിൻ്റെ ഓർഡർ കൊടുത്തു. ഇനി ഈ ഓർഡർ കൊടുത്തത് പിന്നീട് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പർച്ചേസ് വൗച്ചറിൽ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ പർച്ചേസിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള F9 ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പർച്ചേസ് വൗച്ചറാണ്. ഏത് പാർട്ടിക്കാണ് നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്? റാം എന്ന് പറയുന്ന പാർട്ടിയുടെയാണ്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാർട്ടി ഡീറ്റെയിൽസിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കത് സേവ് ചെയ്യാം. പർച്ചേസ് എന്നുള്ള വൗച്ചറാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നമുക്ക് പാർട്ടി അക്കൗണ്ട് നെയിമിൽ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ ഓർഡർ കൊടുത്തത്? റാം എന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ റാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് ഓർഡർ ഡീറ്റെയിൽസ് വരുന്നില്ല. അപ്പോൾ ഓർഡർ ഡീറ്റെയിൽസ് വരാൻ വേണ്ടി നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ F12 പ്രസ് ചെയ്യണം. അതായത് നമ്മുടെ കോൺഫിഗറേഷൻ സ്ക്രീനാണ്. F12 പോയതിന് ശേഷം ഓർഡർ ഡീറ്റെയിൽസ് എസ് ആക്കി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പ്രൊവൈഡ് ഓർഡർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക.
അപ്പോൾ റാമിൻ്റെ പേരടിക്കുന്ന സമയത്ത് നമുക്കിതാ ഇവിടെ ഓർഡർ നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. നേരത്തെ നമ്മൾ പർച്ചേസ് ഓർഡർ വൗച്ചർ എൻ്റർ ചെയ്ത് കൊടുത്ത സമയത്ത് 101 എന്ന് കൊടുത്തായിരുന്നില്ലേ, ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നോക്കൂ, നമുക്ക് ഐറ്റംസ് ഓൾറെഡി ക്യാപ്ചറായി വന്നു. പർച്ചേസ് ഓർഡർ വൗച്ചറിൽ ഏത് ഐറ്റമാണ്, എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര റേറ്റിനാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് F9 പർച്ചേസ് വൗച്ചറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് റാം എന്ന് പറയുന്ന പാർട്ടിയുടെ, അതായത് സപ്ലയറുടെ ഡീറ്റെയിൽസ്, ഓർഡർ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പർച്ചേസ് ഓർഡർ കൊടുത്ത സെയിം ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്ത് വരണം. ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ പർച്ചേസ് ഓർഡറും അതിൻ്റെ ഒപ്പം തന്നെ പർച്ചേസും ഈ രണ്ട് വൗച്ചേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. താങ്ക്